അസാധാരണ നീക്കവുമായി ട്രംപ് ഭരണകൂടം. ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഷോപ്പിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് US. ന്യൂയോർക്കിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥർക്കാണ് ഷോപ്പിംഗ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിലെ ഹോൾസെയിൽ ക്ലബ് സ്റ്റോറായ കോസ്റ്റ്കോയിൽ നിന്ന് ആഡംബര ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് US. കോസ്റ്റ്കോ, സാംസ് ക്ലബ്ബ് പോലുള്ള സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മുൻകൂർ അനുമതി തേടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കാര്യാലയത്തിന് നോട്ടീസ് നൽകി. USൻ്റേത് തികച്ചും അസാധാരണമായ നടപടിയാണ്. മറ്റൊരു രാജ്യത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇറാൻ ഇതുപോലെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. വിലക്കേർപ്പെടുത്താൻ വിചിത്രമായ കാരണമാണ് US പറയുന്നത്. ഇറാൻ ഭരണകൂടത്തിൻ്റെ തെറ്റായ നിലപാടുകൾ മൂലം ഇറാനിലെ ജനത പട്ടിണിയും സാമ്പത്തിക ഞെരുക്കത്തിലുമാണ്. ഈ സാഹചര്യത്തിൽ നയതന്ത്ര ഉദ്യോഗസ്ഥർ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് USൻ്റെ ഓഫീസ് ഓഫ് ഫോറിൻ മിഷൻസിൻ്റെ വിശദീകരണം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇറാനിലെ ജനതയെ ഞെരുക്കുന്നുണ്ട്. വെള്ളവും വൈദ്യുതിയും പോലും പലയിടത്തുമില്ല. ഈ സാഹചര്യത്തിൽ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ആഡംബര ഷോപ്പിംഗ് നടത്തുന്നത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാനാവില്ല. ഓഫീസ് ഓഫ് ഫോറിൻ മിഷൻസ് മേധാവി ക്ലിഫ്റ്റൺ സെഗ്രോവ്സ് പറഞ്ഞു. വാച്ച്, ആഭരണം, ഹാൻഡ് ബാഗ്, പുതപ്പ്, പെർഫ്യൂം, സിഗരറ്റ്, മദ്യം, പാദരക്ഷകൾ എന്നിവ മുതൽ വാഹനങ്ങൾ വരെ വാങ്ങാൻ വിലക്കുണ്ട്. ന്യൂയോർക്കിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിലേക്കും UN എത്തുന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ കോസ്റ്റ്കോയിലും സാംസ് ക്ലബ്ബിലും ഷോപ്പിംഗ് നടത്താറുണ്ട്. അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഉപരോധമുള്ളതിനാൽ ഇറാനിൽ വിദേശ ആഡംബര വസ്തുക്കളില്ല. ഇറാനിൽ നിന്ന് US പോലുള്ള രാജ്യങ്ങളിൽ എത്തുന്നവർ ഷോപ്പിംഗ് നടത്തുന്നത് ഇതുകൊണ്ടാണ്. USൻ്റെ നടപടിക്കെതിരെ ഇറാൻ ശക്തമായി പ്രതികരിച്ചു. ന്യൂയോർക്കിലെ ഇറാനിയൻ നയതന്ത്രജ്ഞരുടെ സഞ്ചാരം പരിമിതപ്പെടുത്തുകയും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ്റെ മാധ്യമ സംഘത്തിലെ പലർക്കും വിസ നിഷേധിക്കുകയും ചെയ്തതിനു ശേഷമുണ്ടായ പുതിയ നീക്കം ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദത്തിനുള്ള ഒരു ഉപകരണമായി നിയന്ത്രണങ്ങൾ അമേരിക്ക ഉപയോഗിക്കുന്നതായി ഇറാൻ ബുധനാഴ്ച ആരോപിച്ചു. നിയന്ത്രണങ്ങൾ ഇറാൻ്റെ നയതന്ത്ര പ്രകടനത്തെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് വിദേശകാര്യ വക്താലയ മന്ത്രാലയം ഇസ്മായിൽ ബഗായി പറഞ്ഞു. 1947 UN ആസ്ഥാന ഉടമ്പടി പ്രകാരമുള്ള US ബാധ്യതകളുടെ നഗ്നമായ ലംഘനമെന്നാണ് അദ്ദേഹം നടപടിയെ വിശേഷിപ്പിച്ചത്. തികച്ചും തരം താഴ്ന്ന നടപടിയാണിതെന്നും ഇറാൻ കുറ്റപ്പെടുത്തി.